കീം 2024 അടിമുടി മാറ്റങ്ങളോടെയാണ് വരുന്നത്. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇപ്രാവശ്യം +2ൻ്റെ മാർക്ക് പരിഗണിക്കുമോ, എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പരിഗണിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് കോളേജ് ഗുരു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു 50-50, അതായത് 50% ഈക്വൽ വെയിറ്റേജ് ആയിരുന്നു എൻട്രൻസിൽ ലഭിച്ച മാർക്കിനും അതുപോലെ തന്നെ +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ലഭിച്ച മാർക്കുകളും പരിഗണിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതായത് 300 മാർക്കിൻ്റെ രീതിയിലേക്ക് എൻട്രൻസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ +2ൽ ലഭിച്ചിരിക്കുന്ന മാർക്ക് 300ലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു 300 എന്ന് പറയുന്ന 50% ആയിട്ടായിരിക്കും ഇപ്രാവശ്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ +2ൻ്റെ മാർക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും +2ലെ +1 ഇല്ല +2ലെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വിഷ് യു ആൾ ദ ബെസ്റ്റ്.